മാതൃമാൻ പിതൃമാനാചാര്യവാൻ ഭൂയാത്. ഹരേ ശരണമയ്യപ്പ. ശ്രീ ഗുരുഭ്യോ നമോ. സ്നേഹം നിറഞ്ഞ പ്രിയ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും സുപ്രഭാത വന്ദനം. നമ്മുടെ ജീവിതം ഓരോ നിമിഷവും വളരെ സന്തോഷപ്രദമായി, വളരെ ആനന്ദപ്രദമായി ആസ്വദിച്ചുകൊണ്ട് ജീവിക്കണം. ആ ജീവിത ആസ്വാദനത്തിന് കുറച്ച് മെനക്കെടണം. നമ്മൾ IAS എടുക്കുന്നത് കുറച്ച് പഠിച്ചിട്ടായിരിക്കും, IPS എടുക്കുന്നത് കുറച്ച് പഠിച്ചിട്ടായിരിക്കും, മെനക്കെട്ടിട്ടായിരിക്കും. ഡോക്ടറാവുന്നത് കുറച്ച് നല്ലോണം മെനക്കെട്ടിട്ടായിരിക്കും. എൻജിനീയർ ആവുന്നത് നന്നായിട്ട് മെനക്കെട്ടിട്ടായിരിക്കും. ഈ പ്രൊഫഷനുകൾ ആകുന്നത് നമ്മുടെ മക്കൾ. അവർ ജീവിതത്തിലും കൂടെ പ്രൊഫഷണലുകളാകാൻ ഈ ഭാരതീയ ഹൈന്ദവ തത്വസംഹിതകൾ അവരെ പഠിപ്പിക്കണം, അവർ പഠിക്കണം, അവരത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഞാനിത് പറയാൻ കാരണം, ഇതിനിടെ ഞാൻ കണ്ണൂർ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിലിങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോഴാണ് AC കമ്പാർട്ട്മെൻറ്റിൽ ഞാനിരിക്കുക. എൻ്റെ ഓപ്പോസിറ്റായിട്ട് 3 പേര് ഇരിക്കുന്നുണ്ട്. ഒരു സുന്ദരിയും ഒരു സുന്ദരനും ഒരു കണ്ടാൽ മനസ്സിലാവാത്ത ഒരാളും. അതെന്താ ഈ കണ്ടാൽ മനസ്സിലാവാത്ത ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്ത്രീ പർദ്ദയാണ് ധരിച്ചത്, ഹിജാബാണ് ധരിച്ചത്. അപ്പോൾ ഓരോ 2 മിനിറ്റ് കൂടുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു തുണി, ഇവിടെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് വലിക്കും, കുറച്ചങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് വലിക്കും. ഇവിടുത്തെ കിട്ടിയോ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് വലിക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് ഫോൺ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതെടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് വെച്ചിട്ട് ഇങ്ങനെയായിട്ട്. അപ്പോഴാണ് അപ്പുറത്തുള്ള സുന്ദരിയെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ബോധം വന്നത്. ഏതോ ഒരു ഹിന്ദു സ്ത്രീയാണ് അപ്പുറത്തുള്ള പെൺകുട്ടി. ഇത് ഒരു മതത്തിൻ്റെത്. ആ മതഗ്രന്ഥത്തിലത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഏതായാലും അവരുടെ ഹസ്ബൻഡാണ് കൂട്ടത്തിലിരിക്കുന്നത്. അവൻ നല്ല മിട്ടുക്കനായ ഹാൻസം. അവൻ്റെ സൗന്ദര്യം അവൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒട്ടും സ്വാതന്ത്ര്യമില്ലാത്ത ആ സ്ത്രീയെക്കുറിച്ച് ഓർത്തു കഴിഞ്ഞപ്പോഴാണ് ഭാരതീയ ഹിന്ദു സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, സർവാത്മനാ സ്വതന്ത്രമായ ഒരു വൈദിക സംസ്കൃതിയാണ് നമ്മൾ ഹിന്ദുക്കൾ ഫോളോ ചെയ്യുന്നു എന്നുള്ള അഭിമാനത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. സോഷ്യൽ മീഡിയകളുടെ കാലഘട്ടമാണ്. ആർക്കും ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. എങ്ങും എവിടെയും നവമാധ്യമങ്ങളുടെ വിളയാട്ടമാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി. നമ്മുടെ പാകിസ്ഥാനിൽ കുറച്ച് പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ കുറച്ച് സ്ത്രീകൾ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ്, ഫ്രീഡം വേണമെന്ന് പറഞ്ഞ് എന്തോ അവർ പ്രകടനം എന്തോ നടത്തിയപ്പോൾ വെള്ളിയാഴ്ച അവരുടെ ജുമാ കൂടിയിട്ട് പള്ളികളിൽ പ്രതീകമായിട്ട് ഓരോ സ്ത്രീകളുടെ പ്രതിമ വച്ചിട്ട് ഡ്രസ്സും അവിടെ ഇടിയിച്ച് ചെരുപ്പ് കൊണ്ട് ഇവരെ അടിച്ച് ആ രൂപത്തെ പീഡിപ്പിച്ച് ആ സ്ത്രീകളുടെ പ്രതിഷേധത്തിനെ മറികടക്കാനുള്ള പ്രതിഷേധം പുരുഷന്മാർ അവർ മാത്രമല്ലേ പള്ളിയിൽ പോവുള്ളൂ. പള്ളിയിൽ ജുമായ്ക്ക് ശേഷം. ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാകേണ്ടത് ഈ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയുടെ പ്രത്യേകത, കുടുംബ ബന്ധങ്ങളുടെ ശ്രേഷ്ഠതയാണ്
ശ്രീമദ് ഭാഗവതം എന്ന ധർമ്മശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. കുടുംബ ബന്ധങ്ങൾ എങ്ങനെ നിലനിർത്താം, എങ്ങനെ ഊഷ്മളമാക്കാം, എങ്ങനെ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ അനുഭവിച്ച് ജീവിതം സന്തോഷ സംതൃപ്ത ജീവിതം കൊണ്ട് നടക്കാം. ഇതാണ് ഭഗവത്ഗീതയിലെ പ്രതിപാദ്യം. നോക്കൂ, നമ്മുടെ ഇഷ്ടമുള്ള വീട് വെക്കുന്നു, ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങിക്കുന്നു, എന്നിട്ട് ധരിക്കുന്നു, ഇഷ്ടമുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നു. അങ്ങനെ ഇഷ്ടമുള്ള ഭർത്താവിനെ സ്ത്രീകൾ സ്വയം വരിക്കുന്നു. സ്വയംവര സംസ്കൃതിയാണ് സനാതന ഹൈന്ദവ സംസ്കൃതി. നമ്മുടെ ജീവിതത്തിലെല്ലാം നാം ഹിന്ദുക്കൾ സ്വയം വരിക്കുകയാണ്. അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവനെല്ലാം ചെയ്യുന്നത് പോലെ അവൻ്റെ ഈശ്വരീയ സങ്കല്പത്തെയും അവൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതും സ്വയം വരിക്കുകയാണ്. അത് ദുർഗയാണെങ്കിൽ ദുർഗയെ, കൊടുങ്ങല്ലൂരമ്മയാണെന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂരമ്മ, ആറ്റുകാലമ്മയാണെന്ന് വെച്ചാൽ ആറ്റുകാലമ്മയെ, അല്ല എന്നെപ്പോലെ അയ്യപ്പനാണെന്ന് വെച്ചാൽ അയ്യപ്പനെ, അല്ല ഗുരുവായൂരപ്പനാണെന്ന് വെച്ചാൽ, അല്ല ചാത്തനാണെങ്കിൽ ചാത്തന, മറുതയാണെങ്കിൽ മറുത, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇത് ഹിന്ദുവിൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിൽ നിന്നും ഭാരതീയ ഹിന്ദു സ്ത്രീകൾക്ക്, എൻ്റെ സഹോദരിമാർക്ക് ഒരു സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ്. സ്വയംവരം. ആ സ്വയംവരം എന്ന സ്വാതന്ത്ര്യം അവർക്ക് കിട്ടിയതുകൊണ്ടാണ് അയം ഹി പരമോ ലാഭ ഉത്തമ ശ്ലോകദർശന, എനിക്കെൻ്റെ ഭാര്യയെ ലഭിച്ചത് പരമമായ ലാഭമാണ്. കാരണം അവൾ എന്നെ സ്വയം വരിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതം ധന്യമായി, എൻ്റെ ജീവിതം സംഗീതാത്മകമായി. കുചേലവൃത്തം എടുത്ത് നോക്കണം ഭാഗവതത്തിൽ. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ്, ഇതിൻ്റെ വികസിതമാണ് ആ കുചേലോപാഖ്യാനം എന്ന കഥ. ഏതായാലും ശരി, നമുക്ക് ഭാഗവതത്തിൽ ഈ സ്വയംവര സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഉത്തമ ദാമ്പത്യ ഐകമത്യ സൂക്തം നമുക്ക് ദർശിക്കാൻ സാധിക്കും. നമ്മൾ ഈ വിവാഹ തടസ്സ നിവാരണ മന്ത്രമായിട്ടും ഇത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചൊവ്വാദോഷമൊക്കെയുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ വിവാഹം നടക്കാൻ തടസ്സങ്ങളൊക്കെ ഉള്ള ആൾക്കാർ, ഇവർക്കൊക്കെ ഇത് കേട്ട് ഇത് ഉപാസന ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അടിമുടി ഒരു പരിവർത്തനവും ആ തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യും. നമ്മുടെയൊക്കെ ജീവിതത്തിന് വളരെ നല്ല രീതിയിൽ സന്തോഷമായി സംതൃപ്തമായി കൊണ്ടു നടക്കാനാണ് ശ്രീമദ് ഭാഗവതം എന്ന ധർമ്മശാസ്ത്രം വേദവ്യാസ ഭഗവത്പാദര് നമുക്ക് സമ്മാനമായി തന്നിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ദശമം അറിയാത്ത ഹിന്ദുക്കൾ ഉണ്ടാവില്ല ഭാഗവതത്തിൽ. അപ്പോൾ ദശമത്തിൽ ഒരുപാട് അധ്യായം, ഒരു 52ാമത്തെ അധ്യായത്തിൽ 37ാമത്തെ ശ്ലോകത്തിൽ നിങ്ങൾക്കറിയാം, ദശമം 52 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രുക്മിണി സ്വയംവരാണെന്നറിയാം. ശ്രദ്ധിക്കണം, രുക്മിണി പോലും എന്താണ് സ്വയംവര റിട്ടണായിട്ട് എഴുതി വയ്ക്കുകയാണത്. ഇതിൽ ശിശുപാലനുമായിട്ടുള്ള വിവാഹവും ബാക്കിയുള്ള കഥയൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്തുള്ള വീഡിയോകൾ പോയിട്ട് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഭാഗവതം എടുത്ത് നോക്കിയാൽ മതി. ശിശുപാലനുമായിട്ടുള്ള വിവാഹം നിശ്ചയിക്കുന്നു. അപ്പോൾ പണ്ട് ഫ്രണ്ട്സുകളൊക്കെ കോളേജിൽ നിന്ന് പറയുന്നത് കേട്ടിട്ടുള്ള ഒരു പരിചയമുണ്ട് കൃഷ്ണനെ കുറിച്ചിട്ട്. അങ്ങനെ കൃഷ്ണനെ വിവാഹം ചെയ്യാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചതാണ് രുക്മിണി. ഈ രുക്മിണി അങ്ങനെ തൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായ, ബെസ്റ്റ് ഫ്രണ്ടായ ബ്രാഹ്മണൻ്റെ കയ്യിൽ ഒരു പ്രേമലേഖനം കൃഷ്ണന് കൊടുത്തു വിടുന്നു. അന്നത്തെ കാലത്തൊക്കെ പ്രേമലേഖനം ലോകത്തിൽ ആദ്യമായിട്ട് എഴുതിയത് രുക്മിണിയാണ് എന്ന് ഉദ്ദേശിച്ച ചൈതന്യയൊക്കെ പറയും. ഏതായാലും ആ ഈ പ്രേമലേഖനം കൊടുക്കുന്നത് ഒരു ബ്രാഹ്മണൻ്റെ കയ്യിലാണ്. ബ്രാഹ്മണൻ്റെ പേരും നാളും അഡ്രസ്സും ഫോൺ നമ്പറൊന്നും
ഭാഗവതത്തിൽ എവിടെയും പറയുന്നില്ല, ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനെ പറയുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ. ആ ശ്രീകൃഷ്ണ പരമാത്മാവ് എന്ന ആ ഈശ്വരനിലേക്ക് എത്താൻ ഒരു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ, അറിവുള്ള ഒരാളുടെ ഒരു ഡിവൈസിൻ്റെ ഒരു മാധ്യമത്തിൻ്റെ ഒരു കാറിൽ പോകണമല്ലോ, ഒരു ഫ്ലൈറ്റിൽ പോകണമല്ലോ, അതുപോലൊരു ബ്രാഹ്മണനിലൂടെ അതവിടെ എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. നമ്മുടെയൊക്കെ ജീവിതം ആ ഭഗവത് പാദങ്ങളിലെത്തി സച്ചിദാനന്ദത്തെ നുകരാൻ ഈ ഭാഗവതം എന്ന ധർമ്മശാസ്ത്രം ഈ ബ്രാഹ്മണനെ പോലെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ തത്വം. ഏതായാലും ആ ബ്രാഹ്മണൻ രുക്മിണിയോട് ആ പ്രേമലേഖനം വാങ്ങിച്ച് അതിന് ബഹുരസമാണ്, ചരടൊക്കെ കെട്ടി സീലൊക്കെ വെക്കുന്നുണ്ട്. ബ്രാഹ്മണൻ വഴിയിൽ നിന്ന് എടുത്തൊന്ന് പൊളിച്ച് നോക്കണ്ട പറഞ്ഞിട്ട് ഭഗവാൻ കൊണ്ട് കൊടുക്കുന്ന കഥയൊക്കെ നിങ്ങൾക്കറിയാം. ഭഗവാൻ പറയുന്നു, തിരുമനസ്സേ അങ്ങ് തന്നെ ഇങ്ങോട്ട് വായിക്കാം, ഞാൻ അങ്ങോട്ട് കേൾക്കാം. ഭയങ്കര രസമാണ് ആ നാടകീയമായ മുഹൂർത്തങ്ങൾ. വേദവ്യാസ ഭഗവാൻ സമയം കിട്ടുമ്പോൾ ഭാഗവതം പഠിക്കണം. അതിനകത്ത് അപ്പോൾ ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഭഗവാനെ കേൾപ്പിക്കുകയാണ് ആ രുക്മിണിയുടെ ഹൃദയ വികാരങ്ങൾ, രുക്മിണിയുടെ ഹൃദയ തുടിപ്പുകളാണ് ഈ പ്രേമലേഖനത്തിൽ. ആ പ്രേമലേഖനം നമ്മളൊക്കെ കേൾക്കണം. നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തുടിപ്പായി മാറും. നമുക്ക് ഭഗവാനോടുള്ള പ്രേമലേഖനമായി അത് മാറും. നമ്മുടെ ഹൃദയത്തിനകത്തുള്ള എല്ലാ ദുഃഖ ദുരിതങ്ങൾക്കും ശാശ്വതമായ ഒരു അന്ത്യം വരുത്തി നമ്മുടെ ദുഃഖ ജീവിതത്തിൻ്റെ എല്ലാ തടസ്സങ്ങളും നമുക്ക് ബേൺ ചെയ്ത് കളയാൻ സാധിക്കും. അപ്പോഴല്ലേ എൻ്റെ ജീവിതത്തെ എനിക്കുയർത്താൻ സാധിക്കുള്ളൂ. ഏതായാലും നമുക്ക് നോക്കാം ആ ബ്രാഹ്മണൻ ഭഗവാനെ കേൾപ്പിച്ചത്. അപ്പോൾ ആ ഭഗവാൻ എങ്ങനെ കണ്ണൊക്കെ അടച്ച് ധ്യാനനിരതനായി ആ നമ്മുടെ തിരുമേനി ചൊല്ലിയ ആ പ്രേമലേഖനം രുക്മിണിയുടെ ഹൃദയമാണ് അത്. ശ്രുത്വാഗുണൻ ഭുവനസുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണ വിവരൈർഹരതൊങ്കതാപം രൂപം ദൃശാം ദൃശിമതാ മഖിലാർത്ഥലാഭം ത്വയി അച്യുതാ വിശതി ചിത്ത മപത്രപം മേ. ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ഒരു 4 വരിയേ ഉള്ളൂ. പക്ഷേ ഈ 4 വരിയിൽ രുക്മിണി എഴുതിയത്, ഭഗവാനോട് എഴുതിയത് വികസിപ്പിക്കുമ്പോഴാണ്. രുക്മിണി സ്വയംവരമൊക്കെ നമ്മൾ സപ്താഹത്തിന് പോയി രുക്മിണി സ്വയംവരത്തിന് ഖാന ശാപ്പാട് ഇത് വയറ് മുട്ട കഴിച്ച് കമ്മിറ്റിക്കാർക്കും കുറ്റം, ഭാഗവത ആചാര്യനും കുറ്റം, വായനക്കാരനും കുറ്റം, പൂജാരിക്കും കുറ്റം, എല്ലാവർക്കും കുറ്റവും കുറവും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് വികൃതമാകും എന്നല്ലാതെ വേറെ ഒരു ഗുണവും ഇല്ല. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ ശ്രദ്ധിക്കണം, ദശമത്തിൽ 52-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാനോട് ആ ബ്രാഹ്മണൻ നേരിട്ട് ചൊല്ലുകയാണ്. ഒരു സാധാരണ ഭാരതീയ ഹിന്ദു സ്ത്രീയുടെ വികാര സ്വപ്നങ്ങളാണ്. എന്ത്? ശ്രുത്വാഗുണൻ ഭുവനസുന്ദര ശൃണ്വതാം തേ. ശൃണ്വതാൻ, ഞാൻ കേട്ടു. എന്താ കേട്ടത്? ശ്രുത്വാഗുണൻ ഭുവനസുന്ദര, ഭുവനസുന്ദരൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ഞാൻ കേട്ടു. ശ്രുത്വാ, കേട്ടു. ഈ കേൾവി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഈ കേൾവിയാണ് ശ്രുതി. ശ്രുതി എന്ന് പറഞ്ഞാൽ കേട്ട് മനസ്സിൽ അറിഞ്ഞ് അനുഭവിച്ച അനുഭവം, അതാണ് വേദങ്ങൾ. ഇവിടെ കേട്ട് എന്ന് പറയുമ്പോൾ ശബ്ദസ്പർശ രസരൂപഗന്ധാദികളിലൂടെ കേട്ടപ്പോൾ കാണാൻ തോന്നും, കണ്ടപ്പോൾ കെട്ടണം തോന്നും, കെട്ടിയപ്പോൾ അനുഭവിക്കും. ആ അനുഭവമാകുന്ന ജീവിതത്തിൻ്റെ ശബ്ദസ്പർശ രസരൂപാദി ഗന്ധാദികളിലൂടെ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ളതാണ് ഭഗവാൻ. ഭഗവാൻ എന്താണ്? വെറുതെ അമ്പലത്തിൽ കുളിച്ച് തൊഴുതിട്ടിങ്ങ് വന്നു കഴിഞ്ഞാൽ 10.5 കിലോ പുണ്യം, 10.5 കിലോ പുണ്യം,
അതെന്താ തിരുമേനി അങ്ങനെ പറഞ്ഞു? അല്ല, സഞ്ചിയില്ലെങ്കിൽ കുപ്പിയാണെന്നുണ്ടെങ്കിൽ 3.5 ലിറ്റർ പുണ്യം. ഈ പുണ്യം കൊണ്ട് എന്താ? ഒന്നും നടക്കുകയില്ല, ഒന്നും നടക്കുകയില്ല. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന അമ്പലം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുണ്ട്. 10-15 സ്റ്റാഫുകളും ഉണ്ട്. ഒരു സ്റ്റാഫും അമ്പലത്തിലെ ഇന്നേ വരെ ബെൻസ് കാറുള്ള ഒരു തിരുമേനിമാരോ ഒരു സ്റ്റാഫും ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരുടെയും കാര്യം കട്ടപ്പുക. അപ്പോൾ തൊഴുതുകൊണ്ടൊന്നും കാര്യം നടക്കില്ല. പിന്നെ ശ്രുത്വാഗുണാൻ, ഈ ഭഗവാന്റെ ഗുണഗണങ്ങൾ, ഭഗവാന്റെ ഐശ്വര്യത്തിൻ്റെ അനന്തത, അതാണ് ഗണം. ഓരോ ഗണം ഇത് ശബ്ദസ്പർശരസ രൂപഗന്ധാദികളുടെ അനുഭവിക്കണം. ഇതാണ് ക്ഷേത്രദർശനം. ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയിൽ ക്ഷേത്രദർശനത്തിൽ വെറുതെ തൊഴുതിട്ട് പോയിട്ട് കാര്യമില്ല. ശബ്ദസ്പർശ രസ രൂപഗന്ധാദികളിലൂടെ അനുഭവിച്ച് അറിയണം. ഇതാണ് ഈശ്വരീയത. എന്താണ് ഈശ്വരീയത? ആ വിഗ്രഹത്തിൽ പോലും ആ ചൈതന്യം അറിഞ്ഞനുഭവിക്കണം. അവിടെ പായസം തിരുമേനി തരാറുണ്ടല്ലോ, അപ്പോൾ രുചിച്ചറിയണം ഭഗവാന്റെ രുചി. തീർത്ഥം തരാറുണ്ടല്ലോ, അപ്പോൾ രുചിച്ചറിയണം. അവിടെ നാലമ്പലത്തിനകത്തോട്ട് ചെല്ലുന്ന സമയത്ത് ഇവിടെ നമുക്ക് ശരീരത്തിന് ഭസ്മം ശരീരത്തിൽ അനുഭവിച്ചറിയുന്നുണ്ട്, ചന്ദനം അനുഭവിച്ചറിയുന്നുണ്ട്, പുഷ്പങ്ങൾ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ, വിഗ്രഹം കാണുമ്പോൾ ഘ്രാണിക്കുന്നുണ്ട്. ചന്ദനത്തിലൂടെയും പുഷ്പങ്ങളൊക്കെ മണത്തറിയുന്നുണ്ട്. അവിടെ ഈ ചെമ്പിൻ്റെ ഷീറ്റുകളിൽ സൂര്യപ്രകാശം അടിച്ച് കോപ്പർ ഓക്സൈഡും കോപ്പർ സൾഫേറ്റും എന്തൊക്കെയാണ് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ശബ്ദസ്പർശ രസ രൂപഗന്ധാദികളിലൂടെ ഭഗവാനെ അനുഭവിക്കും. ഈ അനുഭവം ശ്രദ്ധിക്കണം. രുക്മിണി അമ്പലത്തിൽ തൊഴാൻ പോയ സമയത്താണ് സ്വയംവരം ഭഗവാന്റെ കൂട്ടത്തിൽ പോകുന്നത്. ഇതാണ് കൊടുത്തു വിടുകയും ചെയ്യുന്നത്. ഇതാണ് ശ്രുത്വാ. ഇനി ശ്രുത്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, രുക്മിണി സ്വന്തമാക്കാൻ തീരുമാനിച്ചു. രുക്മിണി സ്വന്തമാക്കാൻ തീരുമാനിച്ചു. ആരെ? ഭഗവാനെ ഓട്ടോറിക്ഷക്കാരുടെ കൂട്ടത്തിൽ ഒളിച്ചോടുന്ന മലയാളികൾ ശ്രദ്ധിക്കണം. 2024 നിയമസഭയിൽ മിനിസ്റ്റർ പറഞ്ഞാണ് 3400 സ്ത്രീകളാണ് ഭർത്താവിനെയും മക്കളെയും കുടുംബത്തെയും എല്ലാം ഉപേക്ഷിച്ച് ഓട്ടോറിക്ഷക്കാരുടെയും ചെറിയ പിള്ളേരുടെയും ഇവരുടെയും കൂട്ടത്തിൽ ഒളിച്ചോടിപ്പോയിട്ടുള്ളത്. അതാണ് തീരുമാനിച്ചു. അപ്പോൾ ആധുനിക മനുഷ്യൻ തീരുമാനിക്കുന്നത് ജീവിതം നശിപ്പിക്കാനാണ്. ഇവിടെ രുക്മിണി ശ്രുത്വാഗുണൻ ഭുവനസുന്ദര ശൃണ്വതാം തേ നിർവിശ്യ, പൂർണ്ണമായും തീരുമാനിച്ചു. എന്താണ് തീരുമാനിച്ചത്? സ്വന്തമാക്കാൻ തീരുമാനിച്ചു. എന്തിനെ സ്വന്തമാക്കാൻ? സർവഗുണങ്ങളുടെയും വിളനിലമായ ഭഗവാൻ കൃഷ്ണൻ്റെ ഗുണങ്ങൾ കേട്ടു. ആ ഗുണങ്ങൾ ശ്രദ്ധിക്കണം, ഭഗവാന്റെ ആ ഗുണങ്ങൾ സ്വന്തമാക്കാനാണ് തീരുമാനിച്ചത്. അതാണ് മജ്ജിമാംസമുള്ള ശരീരമല്ല. ആ ശരീരം പ്രതീകമായിട്ട് വച്ച് ഇപ്പോൾ ഇവിടെ നാം പഠിക്കുന്ന സമയത്ത്, നാം ഭാഗവതം പഠിക്കുന്ന സമയത്ത് ആ ഗുണഗണങ്ങൾ സ്വന്തമാക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് വരുമ്പോൾ, നമ്മൾ സ്വന്തമാക്കം വരുമ്പോഴാണ് എന്തൊക്കെയാണ് ഗുണങ്ങൾ. മഹാവിഷ്ണുവിൻ്റെ നാരായണ കവചം ഭാഗവതം എടുത്തു നോക്കി കഴിഞ്ഞു. അഷ്ടഗുണോഷ്ടബാഹു, 8 ഗുണങ്ങൾ. ചതുർഗുണോഷ്ടബാഹു, 4 ഗുണങ്ങളാണ് ഗുരുവായൂരപ്പൻ്റെ 4 കൈയും. ശംഖും ചക്ര ഗദ പങ്കജങ്ങൾ. ശംഖ് ജീവിതത്തിൻ്റെ ശംഖനാദമാണ്. ശംഖ് ചക്രം സുദർശനം കാണുന്നതൊക്കെ നന്മ കാണാനും നന്മ കേൾക്കാനും നന്മ പറയാനും നന്മ പ്രവർത്തിക്കാനും. ദിവ്യം ദദാമിതേ ചക്ഷു പശ്യമേ യോഗമൈശ്വര്യം, ഭഗവാന്റെ ഈ ഗുണങ്ങൾ കാണാനുള്ള കണ്ണ്, അതാണ് സുദർശനം. ശംഖും ചക്രം ഗദ ആലസ്യത്തെ, നെഗറ്റീവ് തോട്ടുകളെ, ഈ ആസുരീക ചിന്തകളെ, എന്തൊക്കെ വൃത്തികേടുകളുണ്ടോ അവയൊക്കെ അടിച്ച് തകർക്കുന്നതാണ് ഈ ഗദ. അങ്ങനെ ആകുമ്പോൾ അവരുടെ ജീവിതം താമരപുഷ്പം പോലെ സുഗന്ധപൂരിതമായി മാറും. താമരപുഷ്പങ്ങൾ വർണ്ണപൂരിതമാകും. അതിനകത്തുള്ള തേൻ പോലെ ജീവിതം
മധുരതരമാകും. ഇതാണ് ഭഗവാന്റെ ഇങ്ങനെയുള്ള ഗുണങ്ങൾ. അപ്പോൾ നമ്മളൊക്കെ വിവാഹം കഴിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ പെൺകുട്ടികൾക്കും ചില ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടാവും, ചില ഡിമാൻഡ് ഉണ്ടാവും. ആൺപിള്ളേർക്കും ഉണ്ടാവും. ആൺപിള്ളേർക്ക് എന്താണ് സുന്ദരിയാവണം ആദ്യം തന്നെ. ഇത് തന്നെ പറഞ്ഞ് നശിപ്പിക്കുകയാണ്. ഈ ബാഹ്യമായ സൗന്ദര്യത്തിനകത്ത് മാത്രമാണ് ഘടകമെന്ന്. ചെറിയ കുട്ടികളടക്കം നമ്മൾ സുന്ദരി 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 പറഞ്ഞ്, ഈ പുറത്തുള്ളത് മാത്രമല്ല അകത്തുള്ളതും കൂടെ സുന്ദരിയാവണം. കാരണം ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു, വിശദി ചിത്തമപത്രപം മേ, എൻ്റെ ചിന്തകളാണ്, ഭുവനസുന്ദരൻ്റെ ചിന്തകളാണ്. അതുപോലെ അങ്ങോട്ട് നമ്മൾ ഈ ടേംസ് ഗവൺമെൻറ് ജോലി വേണം, അത് വേണം, ഇത് വേണം, അവസാനം പോയി ബ്ലും. അപ്പോൾ ഭുവനസുന്ദര നിർവിശ്യ കർണവിവരൈ ഹരതൊങ്കതാപം രൂപം ദൃശം ദൃശിമത മഖിലാർത്ഥലാഭം ത്വയ്യച്യുതാ വിശതി. ഇവിടെ ഭുവനസുന്ദര, സുത്വാഗുണൻ ഭുവനസുന്ദര, സർവാംഗസുന്ദരനാണ് ഭഗവൻ. കാരണം കൃഷ്ണൻ എന്നുള്ള പേര് തന്നെ ആ സർവാംഗസുന്ദരൻ എന്നുള്ള വാക്കിൻ്റെ ഒറ്റ വാക്കാണ്. കൃഷ്ണൻ ഒരു ദിവസം കൃഷ്ണൻ ഇങ്ങനെ അർജുൻ്റെ കൂട്ടത്തിൽ പോവുകയാണത്. അപ്പോൾ ഭഗവാനെ, എന്താണോ പ്രിയ സുഹൃത്തെ, എന്താ അങ്ങയുടെ പേരിങ്ങനെ കൃഷ്ണൻ എന്ന് വരാൻ കാരണം? അപ്പോൾ ആണ് മറുപടി കൊടുക്കുന്നത് അർജുനോട്. കൃഷാമി പൃഥിവീം പാർത്ഥ ഭൂത്വാ കാർഷയസോഹല കൃഷ്ണോ വർണ്ണാശ്ചമി യസ്മാത് തസ്മാത് കൃഷ്ണോഹമർജുന. അർജുന, കൃഷാമി പൃഥിവീം പാർത്ഥ, ഈ പൃഥിവിയെ ഉഴുത് മറച്ചിടുന്ന ഇരുമ്പ് കലപ്പ അങ്ങനെ ഉഴുത് മറച്ചിട്ടിട്ട് അതിനകത്ത് വിത്തുള്ള കൃഷി ചെയ്യുന്ന ആ ഒരു സങ്കല്പമാണ്. എന്താണ് കൃഷി ചെയ്യുന്നത്? മുസ്ലിം ടെററിസം അല്ല, പിന്നെ കുരിശ് കൃഷിയല്ല, മറിച്ച് നന്മയാകുന്ന ഭഗവത്ഗീത എന്നുള്ള 700 ശ്ലോകങ്ങളാണ് ഇവിടെ കൃഷാമി പൃഥിവീം പാർത്ത കൃഷി ചെയ്ത് പുനർ നവമായി മാറുന്നത്. പിന്നെ കൃഷ്ണോ വർണ്ണശ്ചമി യസ്മാത്, കൃഷ്ണ അർജുന എൻ്റെ നിറം എന്താണ്? നീലമേഘ ശ്യാമളൻ, അനന്തതയുടെ നന്മയുടെ സർവഗുണത്തിൻ്റെയും കറുപ്പിനഴക്. ഓ ഓ ഓ അത് തന്നെ. ആ സർവഗുണങ്ങളും എന്നിൽ നിന്നും ഈ പ്രപഞ്ചത്തിലേക്കുണ്ട ആ കർഷയിതി കൃഷ്ണൻ അട്രാക്റ്റീവ് സ്വഭാവം ഒന്നും മനസ്സിലായില്ല തിരുമേനി. മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്താ ഗുരുവായൂർ മാത്രം ഇത്രയധികം? ഇപ്പോൾ ഒരു 10,000 ആളുണ്ടാവും ക്യൂ. ഇപ്പൊന്നും പോകണ്ട, ഏകാദശിക്ക് പോയാൽ അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും എന്താണ് ഈ കൃഷ്ണൻ്റെ ഗുണഗണങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാൻ. അപ്പം ആ ഗുരുവായൂരപ്പൻ്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണ്? ആ ഗുണഗണങ്ങളിലാണ് സൗന്ദര്യം ആര് കാണുന്നത്? നമ്മുടെ രുക്മിണി കാണുന്നത്. അപ്പോൾ ആ ഗുണങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് ഈ സുത്വാഗുണൻ ഭുവനസുന്ദര ശ്യാമസുന്ദര ഭുവനസുന്ദര അഖിലസുന്ദര ശ്രീകൃഷ്ണസുന്ദര ശ്യാമസുന്ദര ഭുവനസുന്ദര ശ്യാമസുന്ദര ഭുവനസുന്ദര. ആ മധ്യമാവധി രാഗത്തിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ ആ സൗന്ദര്യം മനസ്സിനകത്ത് ഒരുപോലെ അകത്തും പുറത്തും ഒരുപോലെ സൗന്ദര്യ ശാന്ത സമൃദ്ധമായ ആ കൃഷ്ണനെ. അപ്പോൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ സൗന്ദര്യം എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ 10ാം അധ്യായമായ വിഭൂതി യോഗത്തിൽ അവസാനം പറയുന്നത് ഏകാംശേന സ്ഥിതോ ജഗത്ത്, എൻ്റെ സൗന്ദര്യത്തിൻ്റെ ഒരു അംശമാണ് ഈ പ്രപഞ്ചത്തിലുള്ള സർവ സൗന്ദര്യങ്ങളും. അപ്പോൾ ഇനി എവിടെ സൗന്ദര്യം കാണുമ്പോഴും ഒന്ന് ആസ്വദിക്കണം. ആസ്വദിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഈ സൗന്ദര്യം മുഴുവൻ കൃഷ്ണ സൗന്ദര്യമാണെന്ന് ചിന്തിക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, ബുദ്ധിർബുദ്ധിമതാമസ്മി തേജസ്വിനാമോഹം. ഈ പ്രപഞ്ചത്തിലുള്ള സർവ സൗന്ദര്യങ്ങളും എൻ്റെ ഒരു അംശം മാത്രമാണെന്ന്. അപ്പോൾ മനസ്സിലായല്ലോ, ആ പരമ
പ്രേമസ്വരൂപനായ ആ കൃഷ്ണനോട്, ആ കൃഷ്ണ സൗന്ദര്യത്തിനോട്, ആ പ്രപഞ്ച സൗന്ദര്യത്തോട് ആർക്കാണ് പ്രേമമില്ലാത്തത്? അപ്പോൾ ആ പരമപ്രേമസ്വരൂപനായ കൃഷ്ണനോട് ഒരു അമിത പ്രേമം ആർക്ക്? രുക്മിണിക്ക്. അപ്പോൾ അതെങ്ങനെയായിരിക്കണം? ഇതിന് മറുപടി ഭഗവാൻ ഭഗവത്ഗീതയിൽ എഴുതി വച്ചിട്ടുണ്ട്. മയ്യർപ്പിത മനോബുദ്ധി സ്യശംസഃ. മയ്യർപ്പിത മനോബുദ്ധി മാമേവ. എന്നിൽ മനസ്സും ബുദ്ധിയും അർപ്പിച്ചു കഴിഞ്ഞാൽ അതെന്നിൽ ചേരും. ഇവിടെ രുക്മിണി എന്താ ചെയ്തത്? മനസ്സും ബുദ്ധിയും കൃഷ്ണാർപ്പിതമായി. അതാണ് അതിൻ്റെ എൻഡിൽ ഗോളടിച്ചത്. ഇത് രുക്മിണി സ്വയംവരമായിട്ട് മനസ്സിലാക്കണം. ഇതെന്തിനാണ് വേദവ്യാസ ഭഗവാൻ ഇവിടെ എഴുതി വെച്ചത്? നിങ്ങൾക്കും എനിക്കും ഭഗവാനെ ഇതുപോലെ സ്വയംവരം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം, ഫ്രൂട്ട്ഫുള്ളാക്കണം. ഇത്രയേ ഭഗവാന് പറയുന്നുള്ളൂ. അപ്പോൾ കൊടുത്തു വിട്ടതോ ബ്രാഹ്മണൻ്റെ കയ്യിൽ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ രുക്മിണിക്ക് എന്താണ്? ഒരു തുള്ളി വെള്ളത്തിനൊരാഗ്രഹം. എന്താണ്? കടലിൽ ചേരണം. കടലിൽ ചേർന്ന് കഴിഞ്ഞാലോ അനന്തമായ കടലായി മാറി. ഇതുപോലെ രുക്മിണിക്ക് അനന്തമായ പ്രേമസ്വരൂപനായ അനന്തമായ ശ്യാമവർണ്ണനിൽ ചേർന്ന് കഴിഞ്ഞാലോ ആ അനന്തമായ പ്രേമമായി മാറും. ആ അനന്തമായ നീലമേഘശ്യാമളനായി മാറും. ഇത് ഈ പുള്ളിക്കാരി നമ്മളോട് ഇതെന്താ പറയുന്നത്? രുക്മിണി ഇത് നമ്മളോട് എന്താ പറയാൻ കാരണം? നമുക്കും ഈ രുക്മിണിയുടെ പാത സ്വീകരിച്ച് ആ കൃഷ്ണനെ സ്വന്തമാക്കണം. ഈ ബ്രാഹ്മണൻ്റെ കയ്യിലാണ് കൊടുത്തു വിട്ടത്. അത് നമുക്ക് ഭാഗവതമായി ഈ ഭാഗവതം പഠിക്കണം. അപ്പോൾ സ്വയംവരം എന്താണ്? ഈ സ്വയംവരം ചെയ്യുമ്പോൾ ഇതുണ്ട്. അതിനൊക്കെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. യത് ഭാവയതി തത് ഭവതി, യത് ദൃഷ്ടി യത് ദൃഷ്ടി തത് സൃഷ്ടി. അത് തന്നെ സൃഷ്ടിയായി മാറുന്നു. ഇതാണ് ഭഗവാനെ സ്വന്തമാക്കാനുള്ള വഴി. അപ്പോൾ രുക്മിണിയുടെ ചിന്തകളാണ്, മനസ്സാണ് കൃഷ്ണൻ. രുക്മിണിയുടെ ചിന്തകളാണ്, രുക്മിണിയുടെ മനസ്സാണ് ആര്? കൃഷ്ണൻ. അൺഡൗട്ടബിൾ സ്റ്റേറ്റ്മെൻ്റാണിത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയും, വേദാനാം സമവേദോസ്മി ദേവാനാമസ്മി വാസവ ഇന്ദ്രിയാണാം മനശ്ചസ്മി. ഇന്ദ്രിയങ്ങളിൽ ഞാൻ മനസ്സാകുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത് രുക്മിണിയുടെ ഹൃദയം, രുക്മിണിയുടെ മനസ്സ്, രുക്മിണിയുടെ ചിന്തകൾ, ഇതാണ് കൃഷ്ണൻ. അപ്പോൾ ചിത്തമപത്രപമ്മേ, ചിത്രമപത്രപമ്മേ, ഒരു ഈശ്വരീയമായ ബുദ്ധി, ഒരു ഭഗവത് ബോധത്തിൽ കൃഷ്ണചിന്തകൾ നിറഞ്ഞു നിന്നപ്പോൾ, കൃഷ്ണചിന്തകൾ നിറഞ്ഞു നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ധർമാർത്ഥ കാമമോക്ഷങ്ങളെല്ലാം നേടും. ഇതൊക്കെ നേടണം. കാരണം ഗൃഹസ്ഥാശ്രമധർമ്മം ആചരിപ്പിക്കുകയാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. ഭാഗവതത്തിൻ്റെ ലക്ഷ്യം ആചാര്യന്മാർ പോയി പറയുന്ന പോലെയുള്ള ഒന്നുമല്ല. ഗൃഹസ്ഥാശ്രമധർമ്മം നമ്മളെക്കൊണ്ട് ആചരിപ്പിക്കാൻ പ്രാപ്തമാക്കുകയാണ്. എന്നിട്ടോ ധനധാന്യ സന്തതി സൗഖ്യങ്ങളെല്ലാം നേടിയെടുക്കുകയാണ്. ഇതാണ് ഈ രുക്മിണി സ്വയംവരത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ സർവജീവിത ലാഭം നേടിയെടുക്കണം. ഈ ഭാഗവത ഉത്തമ ശാസ്ത്രം പഠിക്കണം. പഠിച്ചാലേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അയ്യോ തിരുമേനി, വായനക്ക് പോകുക, വായന കേൾക്കുക, ഊണ് കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, വൈകുന്നേരം ചായയും വടയും കഴിക്കുക, അപ്പം തന്നെ പോകുക, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം ക്ഷിതൗ പഠനാത് ശ്രവണാത്. എന്താണ് പഠന? അപ്പോൾ ശ്രവണം ആദ്യം വേണം, കേൾക്കണം. ശ്രവണ, പഠന, മനന, നിധിധ്യാസവം അനുഭവത്തിലോട്ട് വരുത്തണം. അപ്പോഴാണ്
ഈ രുക്മിണിയെ സ്വയം വരിക്കുമ്പോഴാണ് രൂപം ദൃശാം ദൃശിമതാ അഖിലാർത്ഥലാഭം. എല്ലാ അർത്ഥങ്ങളും പുരുഷാർത്ഥങ്ങളെല്ലാം ജീവിതത്തിൽ എന്തൊക്കെയാണോ നേടേണ്ടത് അതൊക്കെ നേടാൻ ഈ രുക്മിണി സ്വയംവരത്തിലൂടെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പ്രേമലേഖനത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ, കൃഷ്ണനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ, സർവത്തിൻ്റെയും അധിപനായ കൃഷ്ണൻ ബുദ്ധിയിൽ ബോധത്തിൽ നിറഞ്ഞു നിന്നു കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും ഓരോ വ്യക്തിഗതമായ നേട്ടങ്ങൾ നേടണം. അവയ്ക്ക് നേടാൻ ഈ ബുദ്ധിമതാമസ്മി തേജസ്വിന ബുദ്ധിയുടെ ബുദ്ധിയായി കൃഷ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ എല്ലാവർക്കും ഭഗവാനെ സ്വയംവരം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അവിടെ ഗുണേശേ എന്താണ് ഇവിടെ വളരെ ഭംഗിയായിട്ട് പറയുന്നു. ഭുവനസുന്ദര നിർവിശ്യ കർണവിവശേ ഹരസങ്ങൾ രൂപം ദൃശാം ദൃശിമതാമുക തെയ് അച്യുതാ വിശത്തി. മറ്റൊന്നുമല്ല ഇവിടെ ആ ധന്യമായ ജീവിതം എങ്ങനെ കൊണ്ടു നടത്തണം. നമുക്കറിയാം ഭഗവത്ഗീതയിലെ വിഭൂതി യോഗം, അതിനുശേഷം വിശ്വരൂപ ദർശനം. ഈ വിശ്വരൂപ ദർശനവും വിഭൂതി യോഗവും നമ്മളെ ഉയർത്തുകയാണ്. എല്ലാ വിഭൂതിയും, ഭഗവാന്റെ എല്ലാ വിഭൂതിയും നമ്മുടെ ജീവിതത്തിൽ വളരണം, ഉയരണം, ആകാശത്തോളം ഉയരണം. അപ്പോഴോ വിശ്വരൂപ ദർശനമായി മാറും. അവനവൻ്റെ ഹൃദയം അപത്രപം മേ. അപ്പോൾ അപത്രപം മേ, ലജ്ജയില്ലാതെ, എനിക്ക് ലജ്ജയില്ല. കാരണം ഇപ്പോൾ കൃഷ്ണൻ എൻ്റെ അന്തരാത്മാവാണ്, ഞാൻ കൃഷ്ണനെ സ്വയംവരം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്കെന്തില്ല? ലജ്ജയില്ല. എനിക്കെന്നോട് ലജ്ജയില്ല. നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ ഡ്രസ്സൊക്കെ ധരിക്കും, നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ ഡ്രസ്സ് ധരിക്കുമല്ലോ. എന്തുകൊണ്ട്? എനിക്കെന്നോട് ലജ്ജയില്ലാത്തതുകൊണ്ട്. ഒന്നുമില്ല. ശ്രീശങ്കര ഭഗവത്പാദർ വിവേകചൂടാമണിയിൽ പറയും, അഹന്ത മമത അഭാവോ ജീവൻ മുക്തസ്യ ലക്ഷണം. അഹന്തയും ഞാനും എൻ്റേതുമില്ല. എൻ്റെ ഗുരുവായ സ്വാമി ചിന്മയാനന്ദ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളിൽ അദ്ദേഹത്തിൻ്റെ ഗുരുവായ സ്വാമി ചിന്മയാനന്ദ മഹാരാജ് പറയും, അയ്യും മയ്യും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അവശേഷിക്കുന്നതാണ് ഗോഡ്. അപ്പോൾ ഇവിടെ അഹന്ത മമത അഭാവം, എല്ലാ അഹന്തയും വിട്ടു, എല്ലാ മമതയും വിട്ടു, എല്ലാം വിട്ടു. ചിന്മയാനന്ദ മഹാരാജ് അയ്യും വിട്ടു മയ്യും വിട്ടു. എന്നിട്ടോ അപത്രപമ്മേ, ലജ്ജയില്ലാതെയാണ് ഭഗവാനോട് പറയുന്നത്. ഇത് ഭഗവാനോട് എന്താ പറയുന്നത്? അപ്പോൾ അവിടെ എന്താ മാറുന്നത്? ദുരഭിമാനം വിട്ടു. ഭഗവാന്റെ മുന്നിലല്ലാതെ വേറെ എവിടെയാണ് നമ്മൾ നമസ്കരിക്കുന്നത്? അപ്പോൾ എല്ലാം എൻ്റെ ചിത്തം ലജ്ജയില്ലാതെ ഭഗവാനിൽ പ്രവേശിച്ചു. ഇനി രുക്മിണി സ്വയംവരം കേൾക്കുമ്പോഴും കാണുമ്പോഴും പഠിക്കുമ്പോഴും എവിടെ കേൾക്കുമ്പോൾ തെയ് അച്യുതാ വിശതി ചിത്തമപത്രപമ്മേ, എൻ്റെ ചിത്തമാണ് ഭഗവാനിലോട്ട് ലയിച്ചു ചേരേണ്ടത്. ഭഗവാൻ അവിടെ നിന്ന് പറഞ്ഞതിന് മറുപടിയാണ് മയ്യർപ്പിത മനോബുദ്ധി, മനസ്സും ബുദ്ധിയും എന്നിലേൽപ്പിക്കുക. അപത്രപമ്മേ, അപ്പോൾ ലജ്ജയില്ലാതെ ഞാനിതാ എൻ്റെ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചു കഴിഞ്ഞു. ഇനി ഇതേ പെട്ടെന്ന് വന്നിട്ട് എൻ്റെ ശരീരം കൂടെ കൊണ്ടുപോക്കോ, അത് ഇന്നല്ലെങ്കിൽ നാളെ ഭഗവാനിലോട്ട് ഭസ്മാന്ത്യേ ശരീരം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, സ്ത്രീയുടെ ഗുണങ്ങൾ, അതാണ് സ്ത്രീത്വം, അതാണ് സ്ത്രീധനം. ഇവിടെ ഭാഗവതം ഉദ്ഘോഷിക്കുന്നു, സ്ത്രീ തന്നെയാണ് സ്ത്രീധനം. സ്ത്രീത്വത്തെയാണ് ഇവിടെ ബഹുമാനിക്കുന്നത്. കാരണം ഈ ഒരു ചിത്തം, ഈ ഒരു പ്രേമലേഖനം കൃഷ്ണന് കൊടുത്തു വിട്ടപ്പോൾ കൃഷ്ണൻ വന്ന് ജീവിച്ചിരുന്ന രുക്മിണിയെ സ്വയംവരം ചെയ്തു. ഇവിടെ മനസ്സിലാക്കണം, ഇവിടെ ജാതകം നോക്കിയോ, കുലം നോക്കിയോ, ജാതി നീതി കുലദോ ഗോത്രദൂരകം രൂപനാമ ഗുണദോഷവർജിതം കാലദേശ വിഷയാദിവർത്തിയാം ബ്രഹ്മതത്വമസി ഭാവമാത്മനി
ശ്രീശങ്കര ഭഗവത്പാദർ നമ്മളെ പഠിപ്പിച്ചില്ലേ, ഈ ബ്രഹ്മ തത്വമസിയായി ഭഗവാൻ വന്ന് രുക്മിണിയെ സ്വയം വരിക്കുന്നു. അപ്പോൾ സ്വയം വരിക്കാനുള്ള കൃഷ്ണനും ചില ഗുണങ്ങൾ വേണം. അപ്പോൾ നമുക്കും ചില ഗുണം, ആ പുരുഷൻ്റെ പുരുഷത്വത്തിൻ്റെ ഗുണം, ആ ഗുണങ്ങളെയാണ് ശുത്വാഗുണൻ ഭുവന സുന്ദര, അതാണ് സൗന്ദര്യം, അതിനെയാണ് സ്വയം വരിക്കുന്നത്. നമുക്ക് ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു സ്ട്രെങ്ത് മനസ്സിലാക്കണമെങ്കിൽ ലളിതാ സഹസ്രനാമത്തിലോട്ട് പോകണം. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡസംഭൂത ദേവകാര്യ സമുദ്ര. ദേവകാര്യങ്ങൾ അച്ചീവ് ചെയ്യാനാണ്. ദേവകാര്യങ്ങൾ എന്ന് വെച്ചോ, നമ്മളൊക്കെ സ്വയം ഈശ്വരനായി ഉയരണം, വളരണം, ഈശ്വരീയതയിൽ ജീവിക്കണം. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കുമെന്നാണ് ശ്രീമത് സിംഹാസനേശ്വരി. ഹൃദയമാകുന്ന, ചിന്തകളാകുന്ന, മനസ്സാകുന്ന സിംഹാസനത്തിലാണ് ഞാൻ ഇരിക്കുക എന്നുള്ളതാണ് ലളിതാ സഹസ്രനാമത്തിൽ അമ്മ പറയുന്നത്. ശ്രദ്ധിക്കണം, അത് ഇതല്ല ഇവിടെ അതിൻ്റെ അവസാനം പറയുന്നുണ്ട്, ഓം ശിവശക്തിഐക്യരൂപിണ്യൈ നമഃ. ശ്രദ്ധിക്കണം, ഇവിടെ ശിവനും ശക്തിയും കൂടുന്ന ഒരു ഐക്യമുണ്ട്. ഇവിടെ രുക്മിണിയും കൃഷ്ണനും ചേർന്ന് കഴിഞ്ഞപ്പോഴുള്ള ഒരു ഐക്യം. ആ ഐക്യത്തിന് ആ രുക്മിണി ആ കൃഷ്ണനോട് സ്വയംവരിച്ചതുപോലെ നമ്മൾ നമ്മുടെ ഹൃദയമാകുന്ന കൃഷ്ണനെ സ്വയംവരിച്ച്, അവിടെയാണ് ശിവശക്തിയായുക്തോ, ശങ്കരാചാര്യ സൗന്ദര്യലഹരി പറയും, ശിവശക്തിയായുക്തോ യതി ഭഗവതി ശക്തി പ്രഭവതി. അപ്പോൾ ഇവിടെ ലളിതാ സഹസ്രനാമത്തിൽ അവിടെ എന്താ പറയണത്? ശിവശക്തി ഐക്യരൂപിണി. ഇവിടെ ശിവനും ശക്തിയും ചേർന്ന് കഴിഞ്ഞപ്പോഴുള്ള ഒരു ഐക്യമാണ് ഈ പ്രപഞ്ച നടനം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോഴോ അവസാനിപ്പിക്കുന്നത് എന്താണ്? ഓം ലളിതാംബികായേ നമഃ. ഈ പ്രപഞ്ചത്തെ ലളിതമായി സൃഷ്ടിസ്ഥിതി സംഹാരാദികളെ സിമ്പിളായിട്ട് ചെയ്യുന്ന ആ ജഗദീശ്വരി എൻ്റെ ശരീരത്തിൻ്റെ ശക്തിയായി എന്നിൽ നിലനിൽക്കണമേ. ഇതേ സിസ്റ്റമാണ് ഇവിടെ. ശ്രദ്ധിക്കണം, ദൃശിമതാ മഖിലാർത്ഥലാഭം. അപ്പോൾ പുരുഷാർത്ഥങ്ങൾ നേടുമ്പോൾ കൃഷ്ണഭജനത്തിലൂടെ രുക്മിണി കൃഷ്ണനെ സ്വന്തമാക്കിയതുപോലെ നമ്മുടെ ജീവിതം കൃഷ്ണാർപ്പിതമായി കൃഷ്ണനെ സ്വയം വരിക്കണം, പരപ്രേരണയില്ലാതെ. അപ്പോഴോ ഭഗവത്ഗീതയിൽ പറയും, ഗതിർഭർത്ത പ്രഭു സാക്ഷി നിവാസശരണം സുഹൃത്ത്. അവനവൻ്റെ അന്തരാത്മാവിൻ്റെ സുഹൃത്തായ കൃഷ്ണനെ നാം സ്വയം വരിക്കണം. അതിന് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് സ്വാമിയേ ശരണമയ്യപ്പ.